നമസ്കാരം. എന്റെ കക്ഷി നെത്തോലി മാത്രം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയ്ക്കിടെ അവതാരകനായ ബിനു വി ജോണിന് കിട്ടിയ സന്ദേശമായിരുന്നു ഇത്. വാട്സാപ്പിൽ കിട്ടിയ സന്ദേശം അതുപോലെ ന്യൂസ് അവറിൽ ബിനു വി ജോൺ വായിച്ചു. ഈ സന്ദേശം അയച്ചത് കേരളത്തിലെ സീനിയർ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്താണ്. ഏറെ പരിചയമുള്ള അഭിഭാഷകൻ. സ്വർണ്ണക്കൊള്ളക്കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത്ത്. എന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ വിളിച്ചു പറയാൻ കാരണം എന്താകുമെന്ന ചർച്ചയ്ക്കിടെയാണ് ശാസ്തമംഗലം അജിത്തിന്റെ സന്ദേശവും. തീർത്തും അസാധാരണമാണ് ഈ സന്ദേശവും. പരസ്യ ഭീഷണിയാണോ കവർച്ചയുടെ പങ്ക് കിട്ടിയവർക്കുള്ള മുന്നറിയിപ്പായോ ഇതിനെ വ്യാഖ്യാനിക്കാമെന്നാണ് വിലയിരുത്തൽ. കേസ് പൂർണ്ണമായി തന്റെ മേലൊതുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടവരെ താനും കൈവിടും എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. 2016 മുതലാണ് ശബരിമലയിൽ സ്പോൺസറായി പോറ്റി അവതരിക്കുന്നത്. ദേവസ്വത്തിന്റെ രേഖകളിൽ മാത്രമാണ് പലപ്പോഴും പോറ്റി സ്പോൺസർ. സ്വർണവും പണവും മുടക്കുന്നത് കർണാടകയിലെയും ആന്ധ്രയിലെയും ഭക്തരാണ്. ഇതിൽ വമ്പൻ സ്വർണ്ണ കട മുതലാളിമാരുമുണ്ട്. മുൻ മന്ത്രിമാർ പോറ്റിയുടെ സഹായം വാങ്ങിയിട്ടുണ്ട്. പോറ്റി നടത്തിയ പല സമർപ്പണങ്ങളിലും ശബരിമലയ്ക്ക് നൽകാൻ ഭക്തർ നൽകിയ സ്വർണം വരെ പോറ്റി കൈവശപ്പെടുത്തിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരെല്ലാം ഇപ്പോൾ കരുതലിലാണ്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. നിറം മങ്ങിയതിന്റെ പേരിൽ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കഴിഞ്ഞ മാസം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത 19 സ്വർണ്ണപ്പാളുകളും ഇന്നലെ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി വൈകുന്നേരം നട തുറന്ന ശേഷമാണ് പുതുതായി സ്വർണം പൂശി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപ്പാളുകൾ ശ്രീകോവിലിന് മുന്നിൽ എത്തിച്ചത്. തുടർന്ന് 1 മണിക്കൂറിനുള്ളിൽ ദ്വാരപാലക ശില്പത്തിൽ പാളുകൾ സ്ഥാപിച്ചു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളുകൾ ചെന്നൈ സ്മാൾ ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണ്ണ കവചം അഴിച്ചു മാറ്റിയ ശേഷമാണ് സ്വർണം പൂശിയത്. കേവലം 5 വർഷം കഴിഞ്ഞതോടെ പാളുകളുടെ നിറം മങ്ങിയതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം അഴിച്ചെടുത്ത് വീണ്ടും സ്വർണം പൂശാനായി പോറ്റി ചെന്നൈ സ്മാൾ ക്രിയേഷൻസിൽ എത്തിച്ചത്. 2016 മുതലുള്ള പോറ്റിയുടെ ഇടപാടുകൾ പരിശോധിച്ചാൽ LDF സർക്കാരിനും വെല്ലുവിളിയാണ്. ഇടത് സർക്കാരിന്റെ കാലത്താണ് പോറ്റി സ്പോൺസറായി വിലസിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വത്തിലെ ഉന്നതരുടെ ഒത്താശയോടെയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുമുള്ളത്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ പാളിയും കട്ടിളയിലെ സ്വർണവും മാറ്റിയത് ദേവസ്വം ഉന്നതരുടെ ഒത്താശയോടെയാണെന്നും ഇതിനായി ഇവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ചെന്നും പോറ്റിയുടെ മൊഴിയിൽ പറയുന്നു. സഹായിച്ച ഉന്നതരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും വ്യക്തമാക്കുകയെന്നത് അന്വേഷണ സംഘം നൽകുന്ന സൂചന. സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ ചെന്നൈയിലെ സ്മാൾ ക്രിയേഷൻസിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന മൊഴികളും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. സ്വർണ്ണമോഷണം സംബന്ധിച്ച് വിവരമില്ലെന്നായിരുന്നു അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോൾ സ്മാൾ ക്രിയേഷൻസ് വ്യക്തമാക്കിയിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. സ്വർണ്ണപ്പാളി കടത്തുന്നതിനായി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരടക്കം 10 പേരെ പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 2 കിലോ സ്വർണം കണ്ടെടുക്കാനുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണപ്പാളിയിൽ നിന്ന് കൊള്ള നടത്തിയതിൽ 394.9 ഗ്രാം സ്വർണം മാത്രമാണ് ശബരിമലയിൽ തിരികെ എത്തിയത്. 2 കിലോയോളം സ്വർണം കണ്ടെടുക്കാനായി പോറ്റി കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാക്കണമെന്നും അറസ്റ്റ് റിപ്പോർട്ടിലും പറയുന്നു. ഇന്നലെ റാന്നിയിലെ കോടതിയിൽ നിന്ന് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലെത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തിരികെ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്.